ധർമ്മവിഗ്രഹം വീരം യശസ്വിനം രാമം ഭുവനപാലകം പുരുഷോത്തമം വന്ദേ ദാശരഥിം പരം ചിരം വരണ്യം വന്ദാമഹേ കരുണാകടാക്ഷ വിക്ഷേപണരസാസ്വാദം സീതാപതിം ദേവനാഥം നമാമി ചരണാരവിന്ദം നമാമി ചരണാരവിന്ദം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രാമായണത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പോലെ തന്നെ കുറച്ച് കൂടുതൽ കഥാവിവരണങ്ങളും തത്വചിന്താപരമായ ആഖ്യാനങ്ങളും നിറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഉത്തരരാമായണം. എങ്കിലും രാമകഥാ പശ്ചാത്തലം പരിശോധിക്കുന്ന ഒരു പഠിതാവിനോ ഒരു ഭക്തനോ ഒരു സാധകനോ ഒരു ശ്രോതാവിനോ ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തോടുകൂടി ആ പ്രധാനമായ ഭാഗം സമാപിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് സാധാരണ ആളുകൾ രാമായണം വായിക്കുമ്പോൾ ഉദയാസ്തമനം വായിക്കുന്ന സമ്പ്രദായമുള്ളപ്പോൾ പട്ടാഭിഷേകം വരെ വായിച്ചു നിർത്തുകയാണ് പതിവ്. എന്നാൽ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള രാക്ഷസകുലങ്ങളെക്കുറിച്ചും അതുപോലെ ബാലിസുഗ്രീവാദി വാനര പ്രഭൃതികളെക്കുറിച്ചുമുള്ള ചരിത്രങ്ങളെക്കുറിച്ച് സംശയം തോന്നാവുന്ന ആളുകൾക്ക് ഒരു റെഫറൻസായിട്ട് ഉപയോഗിക്കാവുന്ന സമ്പ്രദായത്തിൽ ഈ ഉത്തരകാണ്ഡത്തിൽ ഈ വംശോൽപത്തി പറയുന്നുണ്ട്. അത് വെറുതെ അങ്ങ് ആരും പറയുകയല്ല. ശ്രീരാമൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം വലിയ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ഒരു ദിവസം അഗസ്ത്യമുനി കുറേയധികം മുനിമാരുമായിട്ട് അയോധ്യ രാജധാനി സന്ദർശിക്കുന്നു. അങ്ങനെ സന്ദർശിക്കുമ്പോൾ അവിടെ പല പല കാര്യങ്ങൾ പറഞ്ഞു കാര്യവിചാരണങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് നടത്തി വരുന്ന കൂട്ടത്തിൽ ഈ പണ്ട് രാവണനെ വധിച്ച കാര്യങ്ങളും മറ്റുമൊക്കെ അനുസ്മരിക്കേണ്ടി വരുന്നു. അതുപോലെ ബാലിസുഗ്രീവന്മാരുടെ ആ കഥാരൂപങ്ങളിൽ സുഗ്രീവനുമായി സഖ്യമുണ്ടായതും ബാലിയെ വധിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുമൊക്കെ അവിടെ പരാമർശ വിധേയമാകുന്നു. അപ്പോൾ അങ്ങനെ പരാമൃഷ്ടമായ വിഷയങ്ങൾ എന്നുള്ള നിലയിൽ അതിന് കുറച്ചുകൂടെ വിവരണം കൊടുക്കാൻ പാകത്തിൽ അഗസ്ത്യമുനിയാണ് ഈ രാക്ഷസ കുലത്തെക്കുറിച്ച് പലപാട് വിശദീകരണം നൽകുന്നത്. അതോടൊപ്പം ബാലിസുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയെക്കുറിച്ചുമുള്ള കഥ. ഇത് നമുക്ക് പുതിയ കാര്യമല്ല. ഈ നമ്മുടെ പ്രഭാഷണത്തിനിടയിൽ തന്നെ നമ്മളിത് അനുസ്മരിച്ചിട്ടുള്ളതാണ്. രാവണൻ ജനിച്ചത് എങ്ങനെയാണെന്നും ആരുടെ മകനാണെന്നും മറ്റുള്ള കാര്യങ്ങൾ, വിവാഹം ഉണ്ടായ കാര്യം, മക്കളുണ്ടായ കാര്യം, രാവണൻ ജനിച്ച കാര്യം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞു വന്നതായതുകൊണ്ട് ആ ഭാഗങ്ങൾ അത്ര കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഒരു 9 വസ്തുതകൾ ഇവിടെ പറയേണ്ടതുണ്ട്. അത് ഈ 1 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പരമാവധി ഞാനത് സംക്ഷേപിച്ച് പറയാനാണ് ശ്രമിക്കുന്നത്. അത് ഒന്ന്, അയോധ്യയിൽ അഗസ്ത്യ അതിമാമുനീന്ദ്രന്മാർ വരുന്ന കാര്യം അത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതാണ്. പിന്നെ രാവണൻ, ബാലിസുഗ്രീവൻ എന്നിവരുടെ ചരിത്രങ്ങൾ പറയുന്നു. അത് പ്രധാനമായിട്ട് ഒരു ഭാഗം, ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത്. അത് കഥയാണ്, വെറും കഥയായിട്ട് തന്നെ ഉണ്ട്. എങ്ങനെയാണ് രാക്ഷസന്മാരുണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ത്രിഗുണാത്മകയായ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിക്ക് 3 ഗുണങ്ങളാണ്, ആ ത്രിഗുണാത്മിക എന്നാണ് പറയുക. പ്രകൃതി, പുരുഷൻ എന്ന് 2 ഭാവങ്ങളാണുള്ളത്. അതിൽ പ്രകൃതി എന്ന് പറയുന്നതിന് 3 ഭാഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രകൃതി എന്ന് പറയുന്നതിനകത്ത് വരുന്ന 3 ഗുണങ്ങളാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓർമ്മിക്കുമല്ലോ, നമ്മളത് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ തമോ ഗുണത്തിനാണ് താമസ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ താമസന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദുർനയമായിട്ടുള്ള അല്ലെങ്കിൽ ദുഷിച്ച രീതിയിൽ ദുരാചാര പ്രവണമായ നിലയിൽ മറ്റാളുകൾക്ക് ഉപദ്രവകരമായ നിലയിൽ അധർമ്മമായി വരുന്ന കാര്യങ്ങളായിട്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവം വരുന്ന ആളുകളിലാണ് ഈ താമസ പ്രകൃതി അധികമായി കാണുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ രാക്ഷസന്മാരെന്നോ അല്ലെങ്കിൽ അസുരന്മാരെന്നോ പറയുന്നത്.
അസുരന്മാരെന്ന് പറഞ്ഞാൽ രാക്ഷസൻ എന്ന് ശരിക്കും അർത്ഥമല്ല, സുരന്മാരല്ലാത്തവർ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആ സുര എന്നാണ്, സുരൻ അല്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ല രാക്ഷസന്മാരെന്ന് അറിഞ്ഞ അർത്ഥം. എങ്കിലും പ്രായേണ നമ്മൾ വിചാരിക്കുന്നത് അസുരൻ എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാക്ഷസന്മാരുടെ പ്രകൃതി സത്വഗുണപ്രധാനന്മാരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സാത്വികം എന്ന ഗുണമുള്ള ആളുകളാണ് ഈ മുനിമാരും. അങ്ങനെയുള്ള ആളുകൾ ധർമ്മപ്രചോദിതമായ നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് സാത്വിക പ്രകൃതി ഉള്ളവർ. അതാണ് പ്രകൃതിയിൽ മറ്റൊരു വിഭാഗം. പ്രകൃതിയിൽ 3 അംശങ്ങളുള്ളത് ഒന്നാണ്. മറ്റേതാണ് രജോ ഗുണപ്രധാനന്മാർ. അപ്പോൾ ഇത് മാത്രമായിട്ട് എങ്ങും നമുക്ക് കാണുകയില്ല. സത്വഗുണം മാത്രമായി ഒരാളോ, അല്ലെങ്കിൽ രജോ ഗുണം മാത്രമായി ഒരാളോ, അല്ലെങ്കിൽ താമസ ഗുണം മാത്രമായ ഒരാളോ ഇല്ല. ഇതിൻ്റെ സാങ്കര്യമാണ്, മിക്സ്ചറാണ് എല്ലാ ആളുകളും. അത് ചില പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കും. ചിലർ 10%, 20%, 30% എന്നിങ്ങനെ ഈ ഗുണങ്ങൾ കാണുകയുള്ളൂ. അതിൽ ഏറ്റവും അധികരിച്ച് കാണുന്ന, കൂടുതൽ എക്സസ് വരുന്ന ഗുണം ഏതാണോ അതനുസരിച്ചാണ് ആളുകൾ തീരുമാനിക്കുന്നത്. ഇവൻ മഹാമോശമാണ്, അല്ലെങ്കിൽ അധർമ്മിയാണ്, പാപിയാണ്, കൊള്ളരാത്തവനാണ്, ഇവനെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾക്ക് ഈ താമസ പ്രകൃതി അധികമായിരിക്കും. അയാൾ നല്ല മനുഷ്യനാണ്, ഒരുപാട് നല്ല നീ ജീവിക്കുന്ന ആളാണ്, അയാളെ സ്വീകരിക്കാൻ കൊള്ളാം, എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾക്കുള്ളത് എന്നൊക്കെ പറയും. അത് സത്വഗുണം അധികമായുള്ള ആളുകളാണ്. ഇനി കുറച്ച് വീര്യവും ശൗര്യവും പരാക്രമമൊക്കെ പ്രകടിപ്പിക്കുന്ന ബലശാലികളായ, സമൂഹത്തിൽ പ്രാമാണ്യമുള്ള ആളുകൾ, അതായത് ഒരു ലീഡർഷിപ്പ് പോലെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രജോ ഗുണ പ്രൗഢിയായിരിക്കും കൂടുതലുണ്ടാവുക. ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം മിക്സ്ചറാണ്. ഇത് പകുതി ഇങ്ങനെ കണക്കല്ല വരുന്നത്, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ വിഭജിതമായ നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാക്ഷസ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, രാവണൻ മോശക്കാരനൊന്നുമില്ലായിരുന്നു, ഒരുപാട് ഗുണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. വിഭീഷണന് ഗുണങ്ങളുണ്ടെങ്കിൽ, വിഷ്ണുഭക്തി മുതലായ ഗുണങ്ങളുണ്ടെങ്കിലും അയാളിലും മോശമായ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ രാവണിയെക്കുറിച്ച് പറയുമ്പോൾ, രാവണി എന്ന് പറഞ്ഞാൽ മേഘനാഥൻ, ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഇന്ദ്രജിത്തിനും ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുംഭകർണൻ നീതിവാക്യം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കുംഭകർണൻ്റെ നീതിവാക്യം, രാവണനോട് പറയുന്ന വാക്യങ്ങൾ കുംഭകർണൻ്റെ നീതിവാക്യം എന്നാണ് പറയുക. ആ നീതിവാക്യം കേൾക്കുമ്പോൾ ഇത്രയും വിവരമുള്ളവനാണ് ഇത്രയും തോന്നിവാസങ്ങൾ കാണിക്കുന്നതെന്ന് വിചാരിക്കും. അത് അങ്ങനെയുള്ള കാര്യം, അതാണ് ഞാൻ പറഞ്ഞത് ഈ മിക്സ്ചറാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നന്മയില്ലാത്തവരില്ല, എത്ര നന്മയുള്ളവരിലും തിന്മയും ഉണ്ട്. ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ അഗസ്ത്യൻ വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വധിക്കപ്പെടേണ്ടി വന്നതെന്നുള്ള കഥ കൂടി ആണ് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞു പോയതായതുകൊണ്ട് വീണ്ടും അതൊരു ആവർത്തനത്തിന് വിധേയമാകും എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ വരുന്നത് സീതാപരിത്യാഗമാണ്. സീതാപരിത്യാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥാഖണ്ഡമാണ്. എന്നു വെച്ചാൽ ഈ മായാദേവിയായ സീത പരമപുരുഷോത്തമനും വൈഷ്ണവ തേജസ് ഉള്ളവനുമായ അവതാര പുരുഷനായ രാമനുമായിട്ട് ചേർന്ന് തീരുമാനിച്ചതാണ് ഈ അവതാരത്തിൻ്റെ കഥയും അതിനുശേഷം വരുന്ന രാക്ഷസ വംശ വിനാശനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതിനായുള്ള ശ്രമങ്ങളും അതിൽ വരാവുന്ന വൈകാരിക തീവ്രമായ അനുഭവ പരമ്പരകളെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും. അപ്പോൾ അതെല്ലാം അവർ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ നിലയിലുള്ള തീരുമാനങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്ന ജീവിതത്തിനിടയിൽ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന മൗലിക വികാര ചോദനകൾക്കനുസരിച്ച് അവർ കൂടുതൽ വികാരം കൊള്ളുകയും കൂടുതൽ ഉചിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് കേവല മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. അല്ലാതെ ഒരു ദേവൻ്റെ സ്വഭാവം അനുസരിച്ചല്ല, ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചല്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ അധർമ്മങ്ങളും കൊള്ളരായ്മകളും ദുർനടത്തകളും ദുർനയങ്ങളും അസൂയകളും കുശുമ്പുകളും എല്ലാം ഉള്ള സാധാരണ മനുഷ്യൻ്റെ സ്വഭാവ രീതികളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ചില ദോഷങ്ങൾ നമുക്ക് ഒഴിവാക്കാം, ചില ദോഷങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും, കൂട്ടിച്ചേർക്കേണ്ടി വരും. ഇതാണ് സാധാരണ മനുഷ്യരെല്ലാം ഉള്ളത്. എല്ലാ മനുഷ്യരിലെയും നമ്മൾ പറയുമ്പോൾ ഗുണങ്ങൾ മാത്രമായിട്ട് ഒരു മനുഷ്യനെയും പറയാൻ പറ്റില്ല, ദോഷങ്ങൾ മാത്രമായിട്ട് ഒരു മനുഷ്യനെയും പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ട് വൈകല്യങ്ങൾ. അതുമാത്രമല്ല, വാൽമീകി ചോദിക്കുന്നു അങ്ങനെയുള്ളൂ. നാരദനോട് ചോദിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കോ അന്യസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവൻ കഷ്ട വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത എന്നാണ് വാൽമീകി അന്വേഷിക്കുന്നത്. അപ്പോൾ അല്ലയോ മോനെ, ആരുണ്ട് ഈ ലോകത്ത് ഗുണവാനും വീര്യവാനും സത്യവാക്കും ദൃഢനിശ്ചയമുള്ളവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും നയഗോപിതന്മാരായിട്ടുള്ളതും ധർമ്മിയായിട്ടും ആരാണുള്ളത്? മഹർഷയത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം തരം. അല്ലയോ മഹർഷയെ, അങ്ങേക്ക് അറിയാമല്ലോ അത്തരം ഒരാളിനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, മോനെ വക്ഷ്യാമ്യഹം ബുദ്ധ്വ തൈഹി ഉക്രഹ ശ്രേതം നരഹ ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. ആളുകൾ പറയുന്നുണ്ട് ഇക്ഷ്വാകു വംശത്തിൽ, സൂര്യവംശത്തിൽ, സൂര്യാന്വയത്തിൽ ജനിച്ച രാമൻ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ മനുഷ്യൻ
നോട്ട് ദേവൻ, ദേവനല്ല മനുഷ്യൻ. അപ്പം മനുഷ്യൻ അതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആ മനുഷ്യൻ്റെ കഥയാണ് തൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടി എഴുതാമെന്ന്, അല്ലെങ്കിൽ കവിതയായിട്ട് രചിക്കാമെന്ന് വാൽമീകി തീരുമാനിക്കുന്നത്. അതിന് ഉപോദ്ബലകമായി വന്ന സംഭവമാണ് നമ്മൾ കണ്ട മാനുഷാതയുടെ കഥ. വാൽമീകി തന്നെ സീതാപരിത്യാഗ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. അല്ലയോ രാമ, കൂടി നിന്ന ആളുകളോട് എല്ലാവരോടും കൂടി ആയിട്ട് പറയുന്നുണ്ട്. രാമനെ ഫേസ് ചെയ്താണ് പറയുന്നതെങ്കിലും എല്ലാ മനുഷ്യരോടും പറയുന്നു, പിന്നെ ഈ 8ാം തലമുറ ആണ് ഞാൻ. ഈ മുനിമാരുടെ പരമ്പരയിൽ വരുന്ന 8ാം തലമുറയിൽപ്പെട്ട പ്രാചേതസ് എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ കണക്കാക്കി പറയുമ്പോൾ 8, 1, 9 കഴിഞ്ഞ് 10ാമത്തെ തലമുറയാണ് എൻ്റെ വംശം എന്ന് പറയുന്നുണ്ട്. അല്ല, മോശമായ ഒരു വംശമല്ല. നമ്മൾ ഈ നിഷാദത്വം അല്ലെ കാട്ടാളത്വം ആരോപിക്കും വാൽമീകിയുടെ മേൽ. എന്താണ് ആ കാട്ടാളത്വം എന്ന് പറയുന്നത്? എന്താണ്? താമസ പ്രകൃതിയുള്ള സ്വഭാവം അയാൾക്കുണ്ടായിരുന്നതാണ് മാറിയത്. ആ തിന്മയുടെ ദുർവിചാരങ്ങളുടെ ദുരാചാര പ്രവണമായ ജീവിതചര്യയുടെ അടിസ്ഥാന അംശങ്ങൾ ജീവിതത്തിൽ നിന്ന് ഇളക്കിയെടുത്ത് എറിഞ്ഞു കളയുകയും പകരം അവിടെ സാത്വികതയുടെ നന്മയുടെ സഹജാവബോധത്തിൻ്റെ ദീനാനുകമ്പയുടെ ജീവകാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ അംശങ്ങൾ ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ആ സാത്വികത അദ്ദേഹം നിലനിർത്തിയത്. അങ്ങനെ നിഷാദത്വത്തെ വലിച്ചു മാറ്റുകയും ശരിയായ ദേവത്വത്തെയോ മനുഷ്യത്വത്തെയോ അതുപോലെയുള്ള സാധാരണീകൃതമായ ഒരു സംസ്കാരത്തെയോ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായി വാൽമീകി മാറി എന്നുള്ളതാണ് ആ വാൽമീക ജന്മാവ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. ആ പൊരുളിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് മാത്രമേ നമുക്ക് രാമായണത്തെ കാണാൻ കഴിയൂ, വാൽമീകിയുടെ രാമായണത്തെ കാണാൻ കഴിയൂ. കാരണം അങ്ങനെ ഒരു കൃതി സാധാരണക്കാർക്ക് എഴുതാൻ പറ്റില്ല. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും, എത്രയോ ആയിരത്താണ്ടുകൾ കഴിഞ്ഞിട്ടും, എത്രയോ യുഗങ്ങൾ തന്നെ മാറി മാറി വന്നിട്ടും എന്തുകൊണ്ടാണ് വാൽമീകി രാമായണത്തിൻ്റെ അതിഖ്യാതി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നത്? നമ്മുടെ നാവിൻ തുമ്പിലും ചുണ്ടിനരികിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി എപ്പോഴും ഒരു രാമനാമത്തിൻ്റെ അലയൊലികൾ മുഴങ്ങി നിൽക്കാനുള്ള കാരണം എന്താണ്? ശുദ്ധ നരത്വത്തിൻ്റെ അതിവിശുദ്ധമായ ഒരു അവതരണം ആവിഷ്കാരം സാധിച്ച ഒരു കവിപ്രതിഭയെ നമ്മൾ ആദരിക്കുകയും ആ രീതി ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് വളരെ ശ്രദ്ധിക്കാൻ പഠനീയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം പിന്നെ ഈ സീതാപരിത്യാഗത്തിൻ്റെ ദിവ്യമായ സന്ദർഭം എന്ന് പറയുന്നത് സീത ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഒരു ദോഹദം എന്ന് പറയും, എല്ലാവർക്കും ഉള്ളതാണല്ലോ, എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. ഗർഭകാലം വരുമ്പോൾ അതിന് വ്യാക്കൂണം എന്ന് പറയും, ഒരു കാര്യം പറയും. വ്യാക്കൂണം എന്നാണ് വേറൊരു പേര്. ദോഹദം എന്നാണ് സംസ്കൃതം എന്ന് പറയുന്നത്. ചില പ്രത്യേക വസ്തുക്കളോട് വിധേയത്വമോ താല്പര്യമോ തോന്നുക, പുളിമാങ്ങയോട് താല്പര്യം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുക, അത് ഉദരത്തിൽ വളരുന്ന ശിശുവിൻ്റെ പോഷകസമൃദ്ധമായ അവസ്ഥ സ്വരൂപിക്കാൻ വേണ്ടി ആ ഗർഭിണിയായ സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ചോദനയാണ് ഇത്, പ്രത്യേക വസ്തുക്കളോടുള്ള താല്പര്യം. ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സീതയ്ക്ക് വരുന്നത് പണ്ട് താൻ സഞ്ചരിച്ച് വന്ന വഴികളിലൂടെ ഒന്നുകൂടെ പോയാൽ നന്നായിരുന്നു, ആ പ്രകൃതി അനുഗ്രഹിക്കുന്ന ആ അവസ്ഥകൾ തനിക്ക് അത് ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാം ആര്യപുത്ര എന്ന് പ്രാണനാഥനായ രാമനോട് പറയുകയും അതിന് വഴിയുണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. അതിന് മുമ്പൊരു സന്ദർഭത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പൊരു സംഭവം ഉണ്ടായത്, ദേവന്മാർ എല്ലാവരും കൂടെ വന്ന് പറഞ്ഞ ഒരു കാര്യം അങ്ങ് മറന്നുപോയോ എന്ന് സീത ഓർമ്മിപ്പിക്കുന്നു രാമനെ. ആ സന്ദർഭം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ആ സാധാരണ ആളുകൾ വിട്ടുകളയുക, പക്ഷേ അത് പ്രധാനമായ ഒരു പോയിൻ്റാണ്. സാധാരണ പ്രഭാഷകന്മാരും പഠിതാക്കളും ആ പോയിൻ്റ് പറയാറില്ല, ആലോചിക്കാറില്ല. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദേവന്മാർ വന്ന് പറഞ്ഞത്, ഈ അങ്ങയുടെ ഭൂമിയിലെ ഈ വാസം തീരാൻ സമയമായി, അത് യഥാബലം അത് അങ്ങ് പരിഗണിച്ചിട്ട് സ്വധാമത്തിലേക്ക്, സ്വന്തം ഇരിപ്പിടത്തിലേക്ക്, സ്വന്തം സ്ഥാനത്തേക്ക്, വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞു. എന്ന ദേവന്മാർ പറഞ്ഞ കാര്യം രാമനങ്ങ് മറന്നുപോയി. കൃത്യാന്തര ബാഹുല്യം ഉള്ളതുകൊണ്ട്, ഭരണപരമായ കാര്യങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട്, തിരക്കാർന്ന ജീവിതമായതുകൊണ്ട്, സങ്കീർണമായ പരിപാടികൾ ഈ സാമ്രാജ്യ ഭരണത്തിൽ ഉണ്ടാക്കേണ്ടത് കൊണ്ട് രാമൻ അക്കാര്യം അത്ര ഓർത്തില്ല. രാമൻ എന്ന മനുഷ്യൻ അത് മറന്നുപോയി. ആ കാര്യം ഏകാന്തത്തിലിരിക്കുമ്പോൾ സീതാദേവി രാമനെ ഓർമ്മിപ്പിക്കുന്നു. ആര്യപുത്ര, ഇങ്ങനെ ആളുകൾ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, ദേവന്മാരെല്ലാം കൂടെ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അതെന്തായി എന്നാണ് സീത അന്വേഷിക്കുന്നത്. അങ്ങോട്ട് പറയുക, ഓർമ്മിപ്പിക്കുക. അപ്പോൾ രാമൻ തെല്ലിടെ ആലോചിച്ചിരുന്നു, എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത്, കരണീയമായി എന്താണുള്ളത് എന്ന് ആലോചിച്ചിട്ട് രാമൻ തീരുമാനിക്കുകയാണ്, ശരി അതിന് വഴി ഉണ്ടാക്കാം ദേവി എന്ന് പറഞ്ഞിരുന്നു. ആ വഴി എന്താണെന്ന് സീതയോട് പറഞ്ഞില്ല, പക്ഷേ ആ വഴി എന്തായിരുന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഈ ഗർഭിണിയായ അവസ്ഥയിൽ ഈ സീത ദോഹദം എന്നുള്ള, അതായത് പ്രത്യേക വിഷയങ്ങളിൽ താല്പര്യം എന്നുള്ള നിലയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള സന്ദർഭം കൂടിയാണിതെന്ന് രാമൻ ഓർമ്മിക്കുകയും അത് നടപ്പിലാക്കാൻ അത് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ആളുകൾക്കിടയിൽ ഒരു കിംവദന്തി പരന്നതായിട്ട് ഈ ചാരൻ വന്ന് പറയുന്നത്. ഈ ചാരന്മാർ കുറേ ആളുകളുണ്ട് ഇങ്ങനെ. ഈ ആളുകൾ പോയിട്ട് രാജ്യഭരണം എങ്ങനെയുണ്ട്, പ്രജാക്ഷേമൈക നിരതമായ ഭരണക്രമം നടത്തുന്ന ഒരു ഭരണകർത്താവ് തൻ്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന് പ്രജകളോട് അന്വേഷിച്ചിട്ട് അഭിപ്രായം തേടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇന്നതൊന്നുമില്ലെങ്കിലും എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യടാ, നീ ആരാ ചോദിക്കാൻ എന്നാണല്ലോ ഇന്ന് ഭരണകർത്താക്കന്മാർ പറയുന്നത്. അതങ്ങനല്ല. ഈ ഭരണകർത്താവായിരിക്കുന്നവർ എപ്പോഴും പ്രജാഹിതങ്ങളെ മാനിച്ച് പ്രജകളുടെ മുമ്പിൽ വിനയമുള്ളവരായിട്ട്, സ്നേഹമുള്ളവരായിട്ട്, പ്രജകളോട് ആദരവുള്ളവരായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഭരണീയരാണ് അവിടെ, ഭരണീയരായ ആളുകളാണ് പ്രധാനികൾ, ഭരണക്കാരല്ല. ആരെയാണോ ഭരിക്കുന്നത് ആ ഭരിക്കപ്പെടുന്ന ആളാണ് ഭരണീയരെന്ന് പറയുന്നത്. ആ ഭരണീയരായ ആളുകൾക്ക് എപ്പോഴും വിധേയപ്പെട്ടാണ് ഭരണകർത്താക്കൾ നിൽക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അത് രാമനെ കണ്ടുപഠിക്കണം. ഈ പ്രാചീന യുഗത്തിലെ ആണെങ്കിലും ആ കാലങ്ങളിൽ രാജാക്കന്മാരുടെ ഭരണക്രമങ്ങളിൽ വരുന്ന ജനാധിപത്യ സമ്പ്രദായം, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് പ്രജാഹിതത്തെ മുൻനിർത്തി ഭരിക്കുന്ന ഭരണകർത്താവായ രാമൻ തൻ്റെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതികൾ എങ്ങനെയാണ് തന്നെക്കുറിച്ച് പരിഗണിക്കുന്നത് എന്നറിയാൻ വേണ്ടി ചാരന്മാരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അയച്ചതിൽ ഒരുവൻ വന്ന് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സീതാദേവിയെക്കുറിച്ച് പല ആളുകളും പല പരാതികളും പറയുന്നുണ്ട്, പല ഏഷണികളും പറയുന്നുണ്ട്, ദുർവൃത്താന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ്. ദുർവൃത്താന്തങ്ങൾ, ദുഷിച്ച വൃത്താന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെന്താണ് ഒരു പരിഹാരം അറിഞ്ഞുകൂടാ, ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്നായി. രാമൻ ഇത് കേട്ട് ചിന്താക്ലാന്തിയോടെ, ചിന്താഭാരത്തോടെ, ചിന്ത കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്നു പോയി. അന്ന് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ രാത്രിയിൽ തന്നെ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മണനെ വിളിച്ച് പറഞ്ഞു, സീതയ്ക്ക് ഇങ്ങനെ ദോഹദകാലത്തിൽ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു, അതുകൊണ്ട് നീ ഇവളെ കൊണ്ടുവന്ന് വാൽമീകി ആശ്രമത്തിൻ്റെ പരിസരങ്ങളിൽ കൊണ്ട് വിട്ടേച്ച് വരണം, പിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ട. ഈ അപവാദങ്ങൾ പറയുന്നു എന്നുള്ളത് നീയും കേട്ടതല്ലേ, മറിച്ചൊരക്ഷരം ഇങ്ങോട്ട് പറയണ്ട. കാരണം എൻ്റെ ധർമ്മം, പ്രജാധർമ്മം എങ്ങനെ പരിപാലിക്കണമെന്നുള്ള തീർച്ചയുണ്ട് എനിക്ക്. ആ തീർച്ചയനുസരിച്ച് ആ തീർച്ചപ്പെടുത്തലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞതനുസരിക്കുക, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെന്തുകൊണ്ട് പറയാൻ? തിരുവായിക്ക് എതിർവായില്ലല്ലോ, തിരിച്ചാരും ഇങ്ങോട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ യഗ്രിയുടെ അതെല്ലാം സമ്മതിച്ച് കൊണ്ടുപോയി വേറെ നിവൃത്തിയില്ല. അപ്പോൾ സുമന്ത്രൻ അറിഞ്ഞു, മറ്റ് മന്ത്രിമാരെല്ലാവരും അറിഞ്ഞു, ഭരതൻ അറിഞ്ഞു, ശത്രുഘ്നൻ അറിഞ്ഞു, അയോധ്യ ഇതിലെ അമ്മമാരെല്ലാം അറിഞ്ഞു, ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിൽബന്ധികളായിട്ടുള്ള ആളുകൾ, അനുചാരക വൃന്ദങ്ങളിലെല്ലാം ഇത് വരുന്നു. സീത മാത്രം അറിഞ്ഞില്ല. സീതയോട് പറഞ്ഞു, ദേവി നാളെ ഒരു നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചില സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് കൊണ്ടുപോകാൻ ലക്ഷ്മണനെ ഏർപ്പാട് ചെയ്യാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു. തിരക്കാക്കണ്ട, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലക്ഷ്മണൻ സുമന്ത്രരോട് ഒന്നിച്ച് തേരിലെ നേരെ പോവുകയാണ്. കുറേ ദൂരം ചെന്നു. നേരം സന്ധ്യയായി. സന്ധ്യാവന്തനം ഒരു ആശ്രമത്തിൽ വെച്ച് സന്ധ്യാവന്തനം കഴിഞ്ഞു. അവിടെ അന്ന് താമസിച്ചു. പിറ്റേന്നാൾ രാവിലെ തന്നെ അവിടെ നേരെ പോയി ഗംഗാതീരത്ത് ചെന്നു. ഗംഗാതീരത്ത് ചെന്നപ്പോൾ തോണിക്കാരന്മാരെ വിളിച്ചു. തോണിക്കാർ വന്നു. തമ്പുരാനി എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ലക്ഷ്മണനും സീതയും ഒക്കെയാണെന്ന് അവർക്കറിയാം. അവർ കെട്ടി അലങ്കരിച്ച് നല്ല ഗംഭീരമാക്കിയ ഒരു വള്ളത്തിനകത്ത് ഇവരെ കയറ്റി തോണി തുഴഞ്ഞ് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രശാന്തമായ ഒരു ഉപവനം കാണുന്നുണ്ട്. വാൽമീകിയുടെ ആശ്രമമാണത്. ആ ആശ്രമത്തിൻ്റെ പരിസരങ്ങളിൽ ചെന്നപ്പോൾ ലക്ഷ്മണൻ അതുവരെ അടക്കി വെച്ചിരുന്ന ദുഃഖം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. പലപ്പോഴും പൊട്ടി വന്നതാണ് ഈ ദുഃഖം, ദേവിയെ പിരിയുന്നതിലുള്ള ദുഃഖം. ദേവിയോട് ഈ രഹസ്യം പറയാതെ പോകണമെന്നാണ്, അത് പറയാതിരുന്നതിലുള്ള ദുഃഖം. അവസാനം ഒരു നിവൃത്തിയിൽ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള നിലയിൽ. അപ്പോൾ 1000 അമ്പ് എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറുന്ന വേദനയിലാണ് ദേവി. ഞാനിപ്പോൾ എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല, എൻ്റെ മനസ്സ് ഇങ്ങനെ ഉടഞ്ഞ് ചിതറുകയാണ്, ഞാൻ എന്ത് ചെയ്യട്ടെ ദേവി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ അവിടെ ബോധഹീനനായി അല്പനേരം ഇരുന്നു പോയി. ഇത് കണ്ടിട്ട് സീത പറഞ്ഞു, ഇതെന്താണിത് ലക്ഷ്മണ, ഇതെന്താണിത് ഇങ്ങനെ നീ ഇങ്ങനെ പരിഭ്രമിക്കാനുള്ള കാരണം, വിഷമിക്കാനുള്ള കാരണം, ഇങ്ങനെ ബോധക്കെടുവാൻ എന്താണ് കാരണം? എൻ്റെ ആര്യപുത്രന് എന്തെങ്കിലും അസുഖമായോ, അതോ അമ്മമാർക്ക് വല്ല അസുഖങ്ങളായോ, അല്ല പ്രജകൾക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളുണ്ടായോ, അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും വേറെ വിഷമങ്ങളുണ്ടോ, എന്താണ് പറയൂ എന്നായി. ഇതെങ്ങനെ പറയും ദേവി, എങ്ങനെയാണ് ഞാനിത് പറയുക? അവിടുത്തോട് ഞാൻ എങ്ങനെ ഇത് പറയും? എന്തായാലും പറയൂ, ഞാൻ ആജ്ഞാപിക്കുകയാണ്, പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞത്, അവിടുത്തെ ഇങ്ങനെ ജനാപവാദങ്ങൾ ഉണ്ട്, അവിടുത്തെക്കുറിച്ച് ഉണ്ട്. ആ ജനാപവാദങ്ങൾ കേട്ട് പിന്നെ ജ്യേഷ്ഠൻ വളരെ ആകുലചിത്തനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ള നിലയിലാണ് ദേവിയെ ഇവിടെ
ആ കാണുന്നതിലേതാ വാൽമീകി മഹർഷിയുടെ ആശ്രമമാണ്. അതിൻ്റെ പരിസരത്തിൽ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്കെങ്ങനെ സാധിക്കും എന്നാണ്. ലക്ഷ്മണനെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ലക്ഷ്മണനെയാണ് സീത പണ്ട് ചീത്ത വിളിച്ചത്. എടാ, നീ എന്നെ ഭാര്യയാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് കാട്ടിൽ രാമൻ്റെ പിന്നാലെ വന്നല്ലേ? രാമൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ നിനക്ക് എന്നെ ഭാര്യയാക്കാമെന്ന് എൻ്റെ വിചാരം? അതൊരിക്കലും സാധിക്കില്ല, എൻ്റെ ശവത്തെ മാത്രമേ എന്നൊക്കെ എന്തെല്ലാം കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിക്കിൽ കർണങ്ങൾക്കകം ബുക്ക് പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കയില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും എന്നാണ്. അങ്ങനെ ദുസ്സഹമായ വാക്ക് എന്ന് പറയുന്ന മുള്ളുകളേറ്റ് ചതഞ്ഞരഞ്ഞുടഞ്ഞ് നശിച്ചു പോയതാണ് ഈ ലക്ഷ്മണൻ്റെ ചിത്തം. ആ ലക്ഷ്മണനോടാണ് പിന്നെ ഇത് പറയുന്നത്. കനിവാർന്ന അനുജ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴിയും മനമോടാത്ത കുമാർഗമില്ലടോ. മനസ്സിൻ്റെ വൈകാരിക രീതികൾ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ, എൻ്റെ ഈ മനസ്സിലെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും ലക്ഷ്മണ, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയാണ് ഈ സമയത്ത് പറയുന്നത്. എന്നാലും നിനക്ക് തന്നെ ഈ വിധി ഇങ്ങനെ വച്ചിരുന്നുവല്ലോ, നിനക്കിപ്പോൾ വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം, എന്നെ കൊന്നോളൂ, നിനക്ക് ഇപ്പോൾ എന്നെ എന്തും ചെയ്യാം, ഞാൻ എല്ലാത്തിനും വിധേയമായി നിൽക്കുകയാണ്, നീ എന്നെ വധിച്ചോളൂ. നിന്നോട് അന്ന് ഞാൻ കൊള്ളിവാക്കുകൾ പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിൽ അമർഷവും ദുഃഖവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം നിനക്കിപ്പോൾ ചെയ്യാം, നീ ആ പ്രതികാരം വീട്ടിക്കൊള്ളൂ, എൻ്റെ നേരനുജനാണ് നീ എന്നൊക്കെ പറഞ്ഞ് സീത കരയുന്ന കണ്ടപ്പോൾ ലക്ഷ്മണൻ തീരെ സഹിക്കാൻ വയ്യ. ലക്ഷ്മണൻ ഒരു തരത്തിലും വയ്യ. ആ ഇതികർത്തവ്യത മൂഢത, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, അതാണ് ഇതികർത്തവ്യത മൂഢത എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ വികാരം കൊണ്ട് ഞെരിവിരി കൊള്ളുകയാണ് ഈ ലക്ഷ്മണനും അതെ, സീതയും അതെ, ഇത് കണ്ടുകൊണ്ട് അല്പം അകലെ മാറി നിന്നിരുന്ന സുമന്ത്രരും അതെ. എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയെ വാൽമീകി വർണ്ണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയവികാരങ്ങളെ എങ്ങനെ ഇത്ര തന്മയത്വത്തോടെ ആവിഷ്കരിക്കാൻ ഈ കവിക്ക് കഴിയുന്നു? ഇതിൽ പറയും എങ്ങനെയാണ് ഇത് പറയുക? എന്തൊരു ഇമോഷണൽ ക്രൈസിസ് ആണത്, വൈകാരിക തീവ്രതയാണ്. ആ വൈകാരിക തീവ്രത ഇത്ര ശക്തമായി വാക്കുകളിലൂടെ വരച്ചിട്ട് വേർഡ് പിക്ചറാണ്, വാങ്മയ ചിത്രമാണ്. ഈ വാങ്മയ ചിത്രത്തിലൂടെ അവതരിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ലക്ഷ്മണകുമാരൻ്റെ ധീരമായ വാക്കുകളോ മനോഭാവങ്ങളോ ഒന്നും അവിടെ പ്രസക്തമായില്ല. എന്തായാലും അവിടെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്മണൻ പോവുകയാണ്. സീത കരഞ്ഞു വിളിച്ചുകൊണ്ട് കുറേ നേരം കരഞ്ഞു. അപ്പോൾ വാൽമീകി മഹർഷി ധ്യാനവും കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നു. ഇത് സീതയാണെന്ന് തിരിച്ചറിയുന്നു. വാൽമീകി ഇത് പണ്ടേ അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യം. അവർ ക്രാന്തദർശികളാണല്ലോ, ദീർഘദർശികളാണ്, മുൻകൂട്ടി കാണാൻ കഴിയുന്നവരാണ്, പ്രൊഡിക്ഷൻ അവർക്ക് സാധിക്കുന്നതാണ്. ഭാവി കാര്യങ്ങൾ നേരെ കൺമുമ്പിൽ കാണുന്നത് പോലെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ ഗർഭിണിയായ സീതയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ എല്ലാ ശുശ്രൂഷകളും നടത്തി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കി. അനുചാരക വൃന്ദങ്ങൾക്കിടയിൽ തന്നെ സീതാദേവി അതീവ ദുഃഖിതയായി കഴിഞ്ഞുവെങ്കിലും എപ്പോഴും കീർത്തനാലാപങ്ങൾ കേട്ടുകൊണ്ട് ജപധ്യാന മനനങ്ങൾക്ക് ആവശ്യമായ മന്ത്രതന്ത്രാദികൾ കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ട് ആ ഗർഭസ്ഥകാലം അങ്ങനെ അവർ കഴിച്ചുകൂട്ടി. അതാണ് ഗർഭാവസ്ഥയിൽ ഒരിക്കലും കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളോ അല്ലെങ്കിൽ ദുഃഖാകുലമായ അന്തരീക്ഷങ്ങളോ സൃഷ്ടിക്കരുതെന്നും, ആ സൃഷ്ടിച്ചാൽ അതിൻ്റെ സ്വഭാവം അതിലെ ഗർഭസ്ഥ ശിശുക്കളുടെ സ്വഭാവമായി മാറുമെന്നുമൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ ഏതായാലും ജപമന്ത്ര ധ്യാന മനനാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ ആശ്രമാന്തരീക്ഷമായതുകൊണ്ട് ആ അന്തരീക്ഷത്തിൻ്റെ ആ സാമീപ്യം കൊണ്ട്, അതിൻ്റെ സ്വാധീനം കൊണ്ട് സീതയുടെ ഉദരത്തിൽ ഗർഭാശയത്തിൽ വളർന്ന കുട്ടികൾ ഇരട്ടക്കുട്ടികളാണ് ലവകുശന്മാർ. അവർ ശരിക്കും സദ്വത്തരായി, സാത്വികരായി, നല്ലവരായി ജനിക്കുകയും വളരുകയുമാണ്. അതിൽ കുശൻ എന്ന കുട്ടി വളരുകയും വാൽമീകിയിൽ നിന്ന് ജ്ഞാനോപദേശം അറിവ് നേടുകയും ചെയ്തു. എന്താണ് ഈ മനുഷ്യനിങ്ങനെ ദുർവിധികൾ ഉണ്ടാവാൻ കാരണം രാമായണ കഥ മുഴുവൻ ഈ കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചു. എന്നിട്ട് പഠിപ്പിക്കാം, മനോഹരമായി പാടും, അസാധ്യമായി പാടും, മറ്റാൾ കേൾക്കാൻ വളരെ ഇമ്പകരമായി ഇതിൽ പാടും. ശ്രോതാക്കൾക്ക് ഏറ്റവും വൈകാരികമായി അഭിനമിക്കാൻ പാകത്തിലുള്ള ഈണത്തിലും താളത്തിലും ഭാവത്തിലും ഈ രാമകഥ ആവിഷ്കരിക്കാനുള്ള കഴിവ് ആ കുട്ടികൾ രണ്ടും സമ്പാദിച്ചപ്പോൾ ഈ കുശൻ്റെ സംശയം, തൻ്റെ ജീവിതം എങ്ങനെയാണ് വ്യാധികളുള്ളതായി മാറുന്നത്, ദുരന്തമായി മാറുന്നത്, സങ്കീർണമായ അവസ്ഥയിലേക്ക് മാറുന്നത്, ദുഃഖാകുലമായി തീരുന്നത്, വൈകാരികതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെയായി തീരുന്നത് എന്നിങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് വാൽമീകിയോട് അദ്ദേഹം. ഈ കുശനെ ജ്ഞാനോപദേശം ചെയ്ത് സാത്വികനാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടികളെ വിടുകയാണ്. പോയി
രാമകഥ എല്ലായിടത്തും പാടി പ്രചരിപ്പിക്കൂ. ഈ രാമകഥ എല്ലായിടത്തും പാടി പ്രചരിപ്പിക്കൂ. രാമൻ്റെ തത്വം, രാമൻ്റെ ധർമാത്മകമായ മനസ്സ്, രാമൻ്റെ ധർമ്മ സഞ്ചാലക രീതി എല്ലാവരും അറിയട്ടെ. രാമൻ്റെ രാജ്യഭരണക്രമം എമ്പാടും അറിയട്ടെ. രാമൻ്റെ ദൗർബല്യങ്ങൾ എല്ലാവരും അറിയട്ടെ. നിൻ്റെ അമ്മയായ സീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലോകം അറിയട്ടെ. യഥാർത്ഥ മനുഷ്യരുടെ വൈകാരിക രീതികൾ ഇങ്ങനെയെല്ലാമാണ് സംഭവിക്കുകയെന്നറിയട്ടെ. വികാരങ്ങളും വിചാരങ്ങളും എങ്ങനെയെല്ലാമാണ് ഓരോ തലത്തിലും ആവിഷ്കൃതമാകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. വിധിയുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ. വിധി ദുർവിധിയായി മാറുകയും ആ ദുർവിധിയെ എങ്ങനെയാണ് നേരിടേണ്ടത് എങ്ങനെയെന്നും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആളുകൾ മനസ്സിലാക്കട്ടെ. കുമാരന്മാരെ, നിങ്ങൾ ഈ കുട്ടികൾ എല്ലായിടങ്ങളിലും പാടി എല്ലാവരും രാമകഥ പ്രചരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ ഈ സമയത്താണ് ഈ ശ്രീരാമൻ അശ്വമേധം നടത്തുന്നത്. അശ്വമേധം വളരെ വിപുലമായ ഒരു യാഗമാണ്, അശ്വമേധമാണ്. അത് യാഗത്തിൻ്റെ അവസാനത്തിൽ ഒരു അശ്വത്തെ അഴിച്ചു വിടുകയാണ്. ഈ അശ്വന കുതിര അഴിച്ചു വിടുകയാണ്. ആ കുതിരയെ ആരാണോ പിടിച്ചു കെട്ടുന്നത് ആ ആളുമായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ്. അങ്ങനെ അശ്വമേധത്തിൻ്റെ കഥ അങ്ങനെ ഉണ്ട്. അശ്വമേധം പിന്നെ ഒരു സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് പറയാം. ഇപ്പം സമയം വളരെ കുറവായതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. അപ്പോൾ അശ്വമേധം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു യാഗം, ഒരുപാട് സംഭാരങ്ങൾ വേണം അതിന്. സാധാരണ ധനമൊന്നും പോരാ. ഒരുപാട് ധനം ഉണ്ടെങ്കിലേ അശ്വമേധം തുടങ്ങിയുള്ള ആ ഒരു യാഗങ്ങൾ നടത്താൻ പറ്റും. ഒരുപാട് ക്രിയകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവഭൃത സ്നാനം എന്ന് പറയുന്ന ഒരു 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 കർമ്മമുണ്ട്. അപ്പോഴേക്കും അത് ശരിക്കും അവധൂതനായി മാറണം ഈ ചെയ്യുന്ന ആൾ, യജമാനൻ എന്ന് പറയുന്ന ആൾ. അതായത് ആരാണോ ഈ യാഗം നടത്തുന്നത് ആ യാഗം നടത്തുന്നയാൾ അവധൂതനായി മാറണം. ജ്ഞാനി മൗനേ മൗനി ഗുണിനി ഗുണവാൻ പണ്ഡിതോ പണ്ഡിതശാൽ എന്നൊക്കെ നിയമങ്ങളുണ്ട് അവധൂതൻ്റെ ലക്ഷണം പറയുന്നിടത്ത്. അങ്ങനെയുള്ള അവധൂതനായി മാറണം. അവധൂതനായി മാറിയിട്ടാണ് അവഭൃത സ്നാനം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതിനകത്ത് അവാന്തരങ്ങളായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. താന്ത്രികമായി പറയാനുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അത് വൈദികമായിട്ടുള്ള ചിന്തകളിലായിട്ടാണ് വരുന്നത്. അത് എപ്പോഴെങ്കിലും ഇനി സന്ദർഭവും സൗകര്യവും ഒക്കെ എങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അതേക്കുറിച്ച്. ഇപ്പോൾ ഈ അശ്വമേധം അതിൻ്റെ ക്രിയാമാർഗമനുസരിച്ച് നടത്തപ്പെടുകയാണ്. നടത്തപ്പെടുമ്പോൾ ആ സദസ്സിലേക്കാണ് ഈ നഗരങ്ങളിലൂടെ ഈ രാമകഥ പാടി നടന്ന കുട്ടികളുടെ കാര്യം ചർച്ചയ്ക്ക് ഇടയാവുകയും രാമൻ ആ കുട്ടികളെ വിളിച്ചു വരുത്തുകയുമാണ്. വേഗം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടികൾ കണ്ട ഈ ജടയും വൽക്കലങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങ് നീക്കിക്കളഞ്ഞാൽ, ഈ ജടയും അവരുടെ ദീക്ഷയും എല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അസൽ ശ്രീരാമൻ തന്നെയാണ്. അത് ഒരു ആളുകൾ പറയാൻ തുടങ്ങി, രാമനെ പോലിരിക്കുന്നു, ഇത് രാമൻ്റെ മക്കളാണോ, ഇത് എന്താണ് ഇത്ര തേജസ്വി കുട്ടികൾക്ക് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരും എന്താ പൂജ്യം പറയുകയാണ്. എല്ലാവരും അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ പറയുക. പക്ഷെ ആരും വളരെ ഉറച്ചു പറയുന്നില്ല. ആർക്കും അറിയില്ലല്ലോ ഈ കുട്ടികളെ. എന്തായാലും പാടുന്നു, അതിമനോഹരമായി പാടി. രാമകഥ ഇത്ര വൈകാരികത വിട്ടുകളയാതെ പാടാൻ ആർക്ക് കഴിയും? ഇത്ര കഥാപരമായ വിവരണങ്ങൾ നൽകി പറയാൻ ആർക്ക് കഴിയും? ഇത്ര ഈണപ്പൊലിമയോടെ പറയാൻ ആർക്ക് കഴിയും? മനുഷ്യ മനസ്സിൻ്റെ കാതുകളിലൂടെ കടന്ന് മനസ്സിലേക്ക് കടന്നു എന്ന് അവരുടെ ചിന്താധാരകളെ മുഴുവൻ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവാവിഷ്കാരത്തോടെ ഇങ്ങനെ ഇത് പാടാൻ ആർക്കാണ് കഴിയുക? എല്ലാവരും അമ്പരന്ന് പോയി, അതിശയിച്ചു പോയി, വിസ്മിത ചേതസ്സുകളായിട്ട് എല്ലാവരും മാറി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് രാമന് മനസ്സിലായി ഇത് സീതയുടെ മുമ്പ് തന്നെ ആലോചിച്ച കാര്യം. രാമനത് അറിയാമല്ലോ, രാമനത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഇങ്ങനെയുള്ള അപവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സീതയെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ സീതയെ ഇങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കുക മാത്രമേ നിർത്തിയുള്ളൂ. നാഗരികന്മാരായ ആളുകളുടെ ഇടയിൽ ഇവൾ ആക്ഷേപിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സീതയെ അങ്ങനെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് സീത അറിഞ്ഞാൽ ഇത് സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് ഈ കാര്യം രഹസ്യമായിട്ട് വെച്ചുകൊണ്ടാണ് രാമൻ സീതയെ വാൽമീകിയുടെ ആശ്രമോപാന്തത്തിൽ എത്തിക്കുന്നത്. അത്രത്തോളം സുരക്ഷിതമായൊരു സ്ഥലം കാടിനകത്ത് വേറെയില്ല. അതുകൊണ്ട് അവിടെ കൊണ്ട് കളയാൻ എന്നുള്ള ലക്ഷണത്തിലാണ് ഈ ലക്ഷ്മണനോട് പറയുന്നത്. രാമനറിയാം സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും വാൽമീകി മഹർഷി ഈ സീതയെ കാണും, എല്ലാ സുരക്ഷിതത്തോടും കൂടി അവിടെ വസിപ്പിക്കപ്പെടും, അവിടെ താമസിപ്പിക്കപ്പെടും, അവിടെ വന്ന് ഗർഭിണിയായവൾക്ക് വേണ്ട ശുശ്രൂഷകൾ ലഭിക്കപ്പെടും, വാൽമീകി എല്ലാ നിലയിലും ശുശ്രൂഷകൾ ഏർപ്പാട് ചെയ്യും എന്നൊക്കെ രാവണൻ നന്നായി അറിയാം. പക്ഷേ ഇതാരോടും പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയായി നീറുന്ന ഒരവസ്ഥയായി, ഒരു നീറ്റലായി കിടക്കുകയാണ്. തൻ്റെ പ്രാണനാഥ് എന്നേക്കുമായി അകന്നു പോവുകയാണ്. ഒരു നിമിഷം പോലും സീതയെ കാണാതിരിക്കാൻ രാമന് കഴിയില്ല. അത്രത്തോളം ചേർന്നിരിക്കുന്ന ഒരു അനുരാഗ വൈവശ്യം അനുഭവിക്കുന്ന രാമൻ്റെ അടുക്കൽ നിന്ന് ഈ സീതയുടെ അകൽച്ച ഒരിക്കലും അദ്ദേഹത്തിന് സഹിക്കാനും ഒന്നും കഴിയില്ല. അശ്വമേധത്തിന് വന്നപ്പോഴോ അവിടെ ഒരു കാഞ്ചന സീത ഉണ്ടാക്കി വയ്ക്കുക, സ്വർണം കൊണ്ട് സീത ഉണ്ടാക്കി വെച്ചതാ. രാമന് വേണേ 1, 2, 3, 5, 10 കല്യാണം കഴിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. സീതയുടെ കാഞ്ചന വിഗ്രഹം ഉണ്ടാക്കി അവിടെ വെച്ച് തൻ്റെ പ്രണയിനിക്ക് പകരം, തൻ്റെ സീതയ്ക്ക് പകരം വേറൊരാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സീതയെ വച്ചിട്ടാണ് ആ യാഗം ചെയ്യുന്നത്.
ആ മനുഷ്യൻ്റെ രാമൻ എന്ന മനുഷ്യൻ്റെ ഹൃദയ ദ്രവീകരണക്ഷമമായ ഭാവ രീതികളെ വാൽമീകി അനായാസ സുന്ദരമായി അനിതര സാധാരണമായ മികവോടുകൂടി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കഴിവ്. പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണീര് വരും. രാമൻ്റെ മനസ്സിലൂടെ നടന്നാൽ കണ്ണീര് വരും നമുക്ക്. ആ തരത്തിലുള്ള വൈകാരികതയുണ്ട് അവിടെ. അങ്ങനെയാണ് ഈ കാഞ്ചന സീതയെ വെച്ച് അദ്ദേഹം യാഗം നടത്തുന്നത്. അപ്പോഴാണ് ഈ കുട്ടികളെ കാണുന്നത്. കുട്ടികളെ വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, രാമകഥ പാടാൻ പറഞ്ഞു. ഉടൻ തന്നെ ശത്രുഘ്നെ വിളിച്ചിട്ട് സീതയെ കൂട്ടിക്കൊണ്ടുവരും. വാൽമീകി ആശ്രമത്തിലുണ്ട് സീത, പോയി വിളിച്ചുകൊണ്ട് വരും എന്നാണ് രാമൻ പറയുന്നത്. അങ്ങനെ സീതയെ പുനഃപ്രവേശത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. പക്ഷേ സീതയുടെ മനസ്സിൽ ഒരിക്കലും രാമനോട് ചേർന്ന് കഴിക്കാൻ കഴിയില്ല. പഴകീ വ്രതചര്യ ശാന്തമായി കഴിവു കാലം ഇത് ആത്മവിദ്യയാൽ എന്നാണ് സീതയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള സീതയുടെ മനസ്സ് വീണ്ടും ഒരു ദാമ്പത്യ ബന്ധനങ്ങളിലേക്ക് വീഴാനോ അതിൻ്റെ വൈകാരിക രീതികളിലേക്ക് ആഴത്തിൽ പോകാനോ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ദൃഢമായ ചൈതന്യം രാജകൊട്ടാരത്തിൽ രാമനോടൊത്ത് തുടർന്നു പോകാനോ സീതയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വികാരരഹിതമായ നിർവികാരമായ നിശ്ചേഷ്ടമായ ഒരു മനസ്സായി സീതയ്ക്ക് മാറിയിരിക്കുന്നു. എങ്ങനെ സാധിക്കും? എങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? സീതയെ കുറ്റം പറയാൻ പറ്റുമോ? സീതയെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഒരു തരത്തിലും സീതയെ കുറ്റം പറയാൻ പറ്റില്ലാതെ ഒരു സ്ത്രീയാണവർ. സത്വഗുണവും രജോഗുണവും തമോ ഗുണവും ചേർന്ന് സത്ത് എന്ന് 3 അക്ഷരങ്ങളിലൂടെ ചേർന്ന സ്ത്രീ എന്ന സങ്കല്പമാണവർ. അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, യുക്തിയുണ്ട്, അഭിമാനമുണ്ട്, ഇല്ലേ? ഇതെല്ലാമുണ്ട്. അങ്ങനെ എല്ലാമുള്ള ഒരു സ്ത്രീയാണവർ. മായാദേവി എന്നുള്ള നില അത് മാറ്റി നിർത്തൂ. ഇവിടെ മനുഷ്യപരമായ നിലയിൽ ചിന്തിക്കുമ്പോൾ സീത എന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ആഴത്തിലിറങ്ങി നോക്കൂ. അവരനുഭവിച്ച യാതനകൾ എന്തെല്ലാമാണ്? എത്രയിടത്താണ് താൻ പരീക്ഷിക്കപ്പെടുന്നത്? എവിടെയെല്ലാമാണ് താൻ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? താൻ ചെയ്യാത്ത കാര്യം നിങ്ങൾക്കുള്ള കുറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ആ നിലയിലുള്ള അപവാദങ്ങൾ അനുഭവിക്കേണ്ടി വരികയും പല കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും താൻ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ച നേത്രോൽപ്പലമാലയിട്ട് സ്വീകരിച്ച അതാണ്. അതായത് കുളത്തിനകത്ത് ജലാശയത്തിനകത്ത് രാമൻ്റെ രൂപം പ്രതിഫലിച്ച് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണ്ട് അനുരാഗപൂർണമായ വിവശതയാർന്ന മനസ്സോടുകൂടിയിരുന്ന് പ്രണയിച്ചു പോയ ആ സീതാരാമന്മാരിൽ നിന്ന് സീത എങ്ങനെയാണ് മാറിയിരിക്കുക? അങ്ങനെ മാറിയിരുന്നില്ലേ അശോകവനത്തിലെ ശംശവൃക്ഷച്ചുവട്ടിൽ എത്ര കാലം? ഇതിന് മാത്രം തെറ്റെന്ത് ചെയ്തു താൻ? ഒരു സർവത്ര സുഭിക്ഷമായ സമൃദ്ധമായ ഒരു രാജകൊട്ടാരത്തിനകത്ത് മലർചിതറും അകത്തളത്തിൽ മാത്രം സഞ്ചരിച്ച് ശീലിച്ച ഒരു മൃദുലപാതയായ മൃദുലചരണയായ ഒരു സുന്ദരീമണിയായ സീത മുള്ളും മുരടും മൂർഖൻ പാമ്പും നിറഞ്ഞ കഠിനതരമായ വനപ്രകൃതിയിലേക്ക് നടന്നു പോകേണ്ടി വരുന്ന ആ വ്യഥയുടെ തീവ്രമായ ആ അനുഭവകാലം എത്ര ഭീകരമായിരുന്നു സീതയെ സംബന്ധിച്ച്. അപ്പോൾ ആ സീതയെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? സീത ഒരിക്കലും തയ്യാറാവുകയില്ലെന്ന് പൊതുവെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. കഥാഘട്ടങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കും തോന്നും അങ്ങനെ. എന്തായാലും സീത വന്നു. മാത്രമല്ല കുമാരനാശാൻ ചിന്താവിട്ടായ സീതയിൽ പറഞ്ഞ ഒരു ശ്ലോകം ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ചിരുന്നു. എന്താണ്? അണലിപ്പാമ്പ് കണക്കെ നിദ്രയായി എന്ന് പറയുന്നു. പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്കെ നിദ്രയായി. ഓർമ്മയില്ലേ? ഞാൻ 2-ാം ദിവസമാണെന്ന് തോന്നുന്നു അത് പറഞ്ഞത്. അതാണ് സീതയുടെ പ്രണയത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോഴങ്ങനെ ഈ സീത ആനയിക്കപ്പെടുകയാണ്. വാൽമീകി അതിന് മുമ്പേ പറഞ്ഞു, ഞാൻ ഈ 10 തലമുറയുടെ പഴക്കമുള്ള സന്യാസവൃത്തിയുള്ള ആളാണ്. ഞാൻ അത്ര പഴക്കമാർന്ന സംസ്കാരമുള്ള സന്യസ്തമായ സംസ്കൃതിയുള്ള ഒരാളാണ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, സീത നിഷ്കളങ്കയാണ്. സമക്ഷത്തിൽ നിന്നുണ്ടാ പറയാം, എല്ലാവരും കേൾക്കുകയാണ്. പ്രജാവൃന്ദങ്ങൾ അഖിലവും കേൾക്കത്തക്കവണ്ണമാണ് വാൽമീകി പറയുന്നത്. സീത ശുദ്ധയാണ്. അതിനോട് സീതയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയേ വേണ്ട, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന്. നാളെ രാവിലെ സീതയും പ്രതിജ്ഞ ചെയ്യും എന്ന് പറഞ്ഞാണ് സീതയെ അവിടേക്ക് ആനയിക്കപ്പെടുന്നത്. അവിടെ വന്ന് ആര്യപുത്രൻ്റെ ചുറ്റും ഒന്ന് വലം വെച്ചു. ഒരു നോക്കിയില്ല. ചുറ്റിലിരുന്ന പൗരവൃന്ദങ്ങളെ നോക്കി, മുനിമാരെ നോക്കി, മറ്റാളുകളെല്ലാവരും നോക്കി തൊഴുതു. രാമനെ തൊഴുതുവെങ്കിലും നോക്കിയില്ല. എന്നിട്ട് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കളങ്കം വേശിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാരിത്രശുദ്ധിക്ക് എന്തെങ്കിലും ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, രാമനെന്ന ദേവനെ അല്ലാതെ ഞാൻ ആരെയെങ്കിലും സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലെങ്കിൽ ഹേ ഭൂമിദേവി, എൻ്റെ അമ്മേ, എൻ്റെ പൃഥ്വിദേവി, എനിക്കിടം തരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമി പിളർന്ന് അതിൽ നിന്ന് ദിവ്യ ആഭരണങ്ങളോട് കൂടി ഭൂമിദേവി ഒരു സ്വർണ്ണരഥവുമായി സ്വർണ്ണ കസേരയുമായി പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട് അതിലേക്ക് സീതയെ വിളിച്ചിരുത്തി പാതാളത്തിലേക്ക്, ഭൂമിയുടെ അന്തരാളങ്ങളിലേക്ക് ആണ്ടുപോയി. രാമൻ ഇപ്പോൾ സീതയെ വീണ്ടെടുക്കണമെന്ന് തോന്നി.
ഭൂമിയെ പിളർന്ന് സീതയെ വീണ്ടെടുക്കണമെന്ന് തോന്നി. പക്ഷേ രാമൻ ഭൂമിദേവിയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വേണമെങ്കിൽ അമ്മയെ ധിക്കരിച്ച് അമ്മയുടെ മകളെ എനിക്ക് സ്വീകരിക്കാം. പക്ഷേ അത് ചെയ്യുന്നില്ല. അമ്മ അറിഞ്ഞ് എനിക്ക് തന്നാൽ മതി, എനിക്ക് വേണം സീതയെ. പക്ഷേ യാതൊരു പ്രതികരണം ഉണ്ടായില്ല. വസിഷ്ഠാദികളായ ആളുകൾ വന്നു, സമാശ്വസിപ്പിച്ചു, എല്ലാ നിലയിലും ആശ്വസിപ്പിച്ചു രാമനെയും മറ്റാളുകളെയും. ആ എല്ലാവരും കണ്ണീർ ദുഃഖാത്മകമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. സർവത്ര ദുഃഖാകുലമായ ദുരന്തമായ ഒരു ജീവിത ചിത്രത്തിൻ്റെ ഏറ്റവും പ്രകടവും അതിസുന്ദരവും ആകർഷകവും ആയ, എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ ദുഃഖം ഉണർന്നു വരുന്നതുമായ ആ ഒരു അന്തരീക്ഷത്തിൽ വസിഷ്ഠാദി വാമനീന്ദ്രന്മാരെല്ലാവരും കൂടി ചേർന്ന്, പ്രധാനമായും വസിഷ്ഠൻ, എല്ലാവരെയും ആശ്വസിപ്പിച്ചു. രാമനോട് പറഞ്ഞു, രാമ, അങ്ങയ്ക്കറിയാം, ഇതെല്ലാം അങ്ങയ്ക്കറിയാം, എനിക്കൊന്നും പറയേണ്ടതായിട്ടില്ല. ഓർത്തു നോക്കൂ, ഇതെല്ലാം വേണ്ടതായിരുന്നില്ലേ? സ്വധാമത്തിലേക്ക് മടങ്ങാനുള്ള സമയമായില്ലേ? രഹസ്യമായിട്ടാണ്. രാമൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ തൻ്റെ ഈ ശത്രുഘ്നൻ്റെയും പിന്നെ ഭരതൻ്റെയും മക്കൾക്കും എല്ലാവർക്കുമായി പലയിടങ്ങളിൽ രാജ്യങ്ങളെല്ലാം നൽകി അവരെല്ലാം അഭിഷേകം ചെയ്തു. എത്രയും പെട്ടെന്ന് നടന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ മകനല്ല, സാക്ഷാൽ നാരായണൻ തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ് എൻ്റെ മകനായി അവതരിച്ചിരിക്കുന്നുള്ള ബോധം കൗസല്യയ്ക്കുണ്ടായി. കൗസല്യ വന്ന് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ദുഃഖങ്ങൾ ഒഴിവാകുന്നതിന് എന്നെ ഉപദേശിക്കണമേ എന്ന് പറഞ്ഞു. തൊഴുതുണ്ട്. അമ്മേ, എന്താണിത് എന്ന് പറഞ്ഞ് അമ്മയുടെ കൈ ചേർത്ത് പിടിച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നു. ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പറയുന്നു. അപ്പോൾ പിന്നെ കൗസല്യ സമാധാന ചിത്തയായി മാറുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് കാലൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ രാജകൊട്ടാരത്തിലെത്തി ഒരു നിബന്ധന വെച്ചു. ഞാനും രാമനും സംസാരിക്കാൻ അകത്ത് കയറുകയാണ്. രാമ, നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ഒരാൾ കൂടി ഉണ്ടാവാൻ പാടില്ല, പ്രതിജ്ഞ ചെയ്യണം. രാമൻ പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ സംഭവിച്ചു. ഉടനെ ഏറ്റവും അടുത്ത് ലക്ഷ്മണനെ ഏറ്റവും വിശ്വാസയോഗ്യൻ ലക്ഷ്മണ വിളിച്ചു, ലക്ഷ്മണ, ഒരാളെ അകത്തേക്ക് കയറ്റിവിടരുത്. ഞാനും ഈ ബ്രാഹ്മണനും കൂടെ എന്തോ സംസാരിക്കാൻ അദ്ദേഹം വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ, സംസാരിക്കാൻ പോവുകയാണ്, ആരെയും കയറ്റിവിടരുത്, നീ ശ്രദ്ധിക്കണേ. എന്ന് മാത്രമല്ല, ആരെങ്കിലും അതിന് വിഘാതമായി പറ്റിയാൽ അവർ വധിക്കപ്പെടുന്നതായിരിക്കും എന്നും പറഞ്ഞു. ശരി ജ്യേഷ്ഠ, സമ്മതിച്ചു എന്ന് പറഞ്ഞു. വാതിലടച്ചു കുറ്റിയിട്ടു. അകത്ത് കയറി. അവർ ഗംഭീരമായ സംഭാഷണ കുറേ നേരമായി. ഈ സമയത്താണ് ഒരു വലിയ യാഗം നടത്തിയതിന് ശേഷം വളരെ വിശപ്പുള്ളവനായിട്ട് നമ്മുടെ ദുർവാസാവ് മഹർഷി അവിടെ വരുന്നത്. അറിയാമല്ലോ ദുർവാസാവിന്, ക്ഷിപ്രകോപിയാണ്. ഒരു വിധി എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മളവിടെ ഓർക്കേണ്ടത്. ദുർവാസാവ് മഹർഷി വന്നു എവിടെ രാമൻ, മഹാരാജാവ് എവിടെ എന്ന് ചോദിച്ചു. പറഞ്ഞ ജ്യേഷ്ഠൻ അകത്ത് ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കും. എനിക്കൊന്നും കേൾക്കണം, എനിക്കിപ്പം രാമനെ കാണണം, എനിക്കിപ്പോൾ കണ്ടേ പറ്റൂ. അയ്യോ മോനെ, ഇപ്പോൾ കാണാൻ പറ്റില്ല, കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞോട്ടെ. ലക്ഷ്മണൻ പ്രാർത്ഥിച്ചു. ലക്ഷ്മണ, എനിക്ക് ദേഷ്യം വർദ്ധിച്ചു വരുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ദേഷ്യം. ഞാൻ ശപിക്കും ഇപ്പോൾ. നിന്നെയും നിൻ്റെ കുലത്തെയും നിൻ്റെ ജ്യേഷ്ഠനെയും നിൻ്റെ പരമ്പരകളെയും മുഴുവൻ ഞാൻ ശപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ എന്ത് ചെയ്യും? നോക്കൂ, ലക്ഷ്മണൻ വരുന്ന ഈ ദുരിതങ്ങളെല്ലാം ലക്ഷ്മണനാണ് വരുന്നത്. ആ ലക്ഷ്മണൻ തൊഴുകൈയോടെ പറഞ്ഞു, മോനെ, ഞാൻ പോകാം, ജ്യേഷ്ഠനെ വിളിക്കാം. ലക്ഷ്മണൻ്റെ മനസ്സിലെന്തായിരുന്നു? ലക്ഷ്മണൻ വിചാരിച്ചു, ഞാൻ വേണേ നശിച്ചോട്ടെ, അല്ലെ ഞാൻ വേണേ മരിച്ചോട്ടെ, എന്നെ വേണേ വധിച്ചോട്ടെ, പക്ഷേ ഒരു വംശം മുഴുവൻ അതുമൂലം രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത് എന്നാണ് ലക്ഷ്മണൻ വിചാരിച്ചത്. ലക്ഷ്മണൻ ചെന്നു വാതിലിൽ മുട്ടി. അല്പം കഴിഞ്ഞ് രാമൻ കതക് തുറന്നു. എന്താണ് ചോദിച്ചു. ദുർവാസാവ് മഹർഷി വന്നിരിക്കുന്നു. അപ്പോഴേ അകത്തിരുന്ന ആൾ പറഞ്ഞു, ശരി മതി, സംസാരിച്ചു കഴിഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അല്പം ക്രൂരഭാവത്തിൽ അയാൾ ഇറങ്ങിപ്പോയി. അത് കാലനായിരുന്നു. തൻ്റെ അവതാര ഉദ്ദേശം അവിടെ തീരുന്നു എന്ന് പറയാനും എത്രയും പെട്ടെന്ന് സ്വധാമത്തിലേക്ക്, അതായത് വൈകുണ്ഠത്തിലേക്ക്, സ്വധാമം സ്വന്തം ഇരിപ്പിടം, അതാണ് വൈകുണ്ഠം, സ്വധാമം എന്നാണ് പറയുന്നത്, അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെയാണ് കാലൻ വന്നത്. ഇവിടെ ഈ ജന്മം അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറയാനാണ് വന്നത്. പക്ഷേ കാലനിങ്ങനെ ഇറങ്ങിപ്പോയി. ഈ ബ്രാഹ്മണൻ, കാലനാണെന്ന് നമുക്കറിയാമെങ്കിലും അപ്പോഴവരാരും മനസ്സിലാക്കുന്നില്ല. ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ദുർവാസാവ്
പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യാഗം കഴിഞ്ഞിട്ട് വരികയാണ്, എനിക്ക് പാരണ വിടണം. പാരണ വിടണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുറേ ദിവസങ്ങളിലെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം ആദ്യം കഴിക്കുന്ന ഭക്ഷണത്തിലാണ് പാരണ വിടുക എന്ന് പറയുന്നത്. പാരണ എന്ന് പറയും. ആ പാരണ വിടുകയാണ്. അപ്പം അങ്ങ് കുളിച്ച് വരും, അത് ഭക്ഷണമെല്ലാം തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വരുന്നു. ചെയ്യാനുള്ള കാര്യം രാമൻ പിന്നെ ആരോടും മിണ്ടുന്നില്ല. രാമൻ പോയി സിംഹാസനത്തിൽ അനങ്ങാതെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് പരീക്ഷണനായിട്ടിരുന്നു. ലക്ഷ്മണൻ ഇത് മനസ്സിലായി. തൻ്റെ രാമൻ്റെ ബഹിഷ്ഠര പ്രാണനാണ് ലക്ഷ്മണൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യും? എന്താണ് ഇവിടെ ചെയ്യുക? ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്കറിയാം അങ്ങയുടെ ആ ഗ്ലാനിക്ക് കാരണം എന്താണ്, അങ്ങയുടെ ചിന്താക്ലാന്തിക്ക് കാരണം എന്താണ്, ചിന്താഭാരത്തിന് കാരണം എന്താണ്, ദുഃഖത്തിന് കാരണം എന്താണ്, ഈ മൗനത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ വധിച്ചോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. തിലടെ ആലോചിച്ചു രാമൻ. രാമൻ എത്രയോ വിദ്യ ഉള്ള ആളാണ്. അപ്പോൾ നിരാസക്തനായിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് തലേ ദിവസം ലക്ഷ്മണൻ്റെ ക്ലാസ് എടുത്ത രാമൻ വിവരിച്ച് പറഞ്ഞു. ആത്മാവെന്താണെന്നും ജീവിതത്തിൻ്റെ അർത്ഥമെന്താണെന്നും അതെങ്ങനെയെല്ലാമായാലാണ് ഗുണകരമായി തീരുന്നതെന്നും അത് കഴിഞ്ഞിട്ട് എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച് ദേഹത്തെയും ഉപേക്ഷിച്ച് പോയാൽ സ്ഥിതി എന്താണെന്നും മറ്റൊക്കെയുള്ള ഗംഭീരമായ ഒരു ക്ലാസ് എടുത്തതാ രാമൻ. അതിന് രാമഗീത എന്നാണ് പറയുക. വളരെ പ്രസിദ്ധമാണ്. ഉത്തരരാമായണത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗം ഈ രാമഗീതയാണ്. ഈ രാമഗീത എന്ന് പറയുന്നത് നമ്മുടെ വ്യാസൻ്റെ ദർശനത്തിലുള്ള ഉത്തരമീമാംസ എന്ന് പറയുന്ന സിദ്ധാന്തം മൊത്തമാണ്. അതായത് പിൽക്കാലം ഈ കൃതയുഗത്തിലുള്ള ഈ കാര്യങ്ങൾ മൊത്തമാണ് രാമഗീതയ്ക്കകത്ത് വരുന്നത്. കൃതയുഗത്തിലും ത്രേതായുഗത്തിലുമായിട്ട് കിടക്കുന്ന ഈ താത്വികമായ നിലപാടുകൾ മുഴുവൻ, ആദർശങ്ങളെല്ലാം, അതായത് സംസ്കാരങ്ങൾ മുഴുവൻ ആണ് രാമഗീതയ്ക്കകത്ത് സംക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പിൽക്കാലത്ത് ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ വ്യാസൻ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിൻ്റെ പലയിടങ്ങളിലും പിന്നെ ഭാഗവത പുരാണത്തിലും ഉപനിഷത്തുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ച് വച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യാസൻ്റെ പ്രസിദ്ധമായ കൃതി ബ്രഹ്മസൂത്രമാണ്. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് ആ കൃതി ആരംഭിക്കുന്നത്. അവിടെ അതിലെല്ലാം നിരന്ന് കിടപ്പുണ്ട് ഈ ആശയങ്ങളെല്ലാം. അപ്പോൾ ഇത് വ്യാസൻ്റെ സ്വന്തമാണെന്ന് പറയാൻ വയ്യ. വാൽമീകി മഹർഷി രാമനിലൂടെ ആവിഷ്കരിച്ച സൈദ്ധാന്തികമായ അല്ലെങ്കിൽ തത്വചിന്താപരമായ അംശങ്ങളാണ് പിൽക്കാലത്ത് വ്യാസന് പോലും രചനാപരമായ ഒരു ജിജ്ഞാസ ഉണർത്തുകയും പ്രേരകമായി തീരുകയും ചെയ്ത വസ്തുത. അത് ഈ രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് അവിടെ. അത് രാമഗീത എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ അറിയാവുന്ന ലക്ഷ്മണൻ്റെ ജീവിതം തന്നെ വിരക്തമായി പോയി. അതുകൊണ്ടും കൂടെയാണ് ലക്ഷ്മണൻ രാമനോട് ഇങ്ങനെ പറഞ്ഞത്, ജ്യേഷ്ഠ, ഞാൻ വധ്യനാണ്, എന്നെ വധിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല എന്ന്. അങ്ങനെ രാമൻ കൊത്തിലടെ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. കൊല്ലുന്നതിന് തുല്യം അത്. ബഹിഷ്ഠര പ്രാണൻ എന്നല്ലേ പറഞ്ഞേ? സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ ശരീരം എന്തിനുള്ള? ശരീരമെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നിലവിലുള്ള എല്ലാ അവയവങ്ങളും കൂടി ചേർന്നതല്ലേ. കണ്ണും വാക്കും മൂക്കും ചെവിയും എന്ന് വേണ്ട സർവ്വ അവയവം കൂടി. ഇത് ഏതെങ്കിലും ഒരു അവയവം ഇല്ലെങ്കിലോ ശരീരം അപൂർണമാണ്. അപൂർണമായ ശരീരത്തെ എന്തിനുള്ള ഏതെങ്കിലും ധർമ്മങ്ങൾ ഇല്ലാതായി പോവുകയല്ലേ? ശാരീരിക ധർമ്മങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആ ശരീരത്തിൻ്റെ പരമമായ ധർമ്മം അനുഷ്ഠിക്കാൻ ആ ശരീരം സജ്ജമാണോ? ഒരിക്കലുമല്ല. ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശരീരം കൊണ്ട് പിന്നെ എന്തിനു കൊള്ളാം? അപ്പോൾ രാമൻ ആ ദുഃഖം അനുഭവിച്ചാൽ മതി, ലക്ഷ്മണനും ആ ദുഃഖം അനുഭവിച്ചാൽ മതി. ജ്യേഷ്ഠഭ്രാതാവിനെ വിട്ട്, ജ്യേഷ്ഠ സഹോദരനെ വിട്ട് ഒരു നിമിഷം ജീവിക്കാൻ തയ്യാറില്ലാത്ത ആളാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനും എന്തുമാത്രം ദുഃഖമായിരിക്കും. ദുഃഖത്തിൻ്റെ തീവ്രമായ ഒരു അഗ്നിഭാണ്ഡത്തെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന രണ്ട് ജന്മങ്ങളായിട്ട് രാമനും ലക്ഷ്മണനും മാറുകയാണ്. അങ്ങനെ ആ രാമൻ ലക്ഷ്മണനെ നിഷ്കരണം ഉപേക്ഷിക്കുകയാണ്. നിനക്കെങ്ങോട്ടെങ്കിലും പോകാം, എനിക്ക് നിന്നെ ആവശ്യമില്ല, എനിക്ക് നിന്നെ ഒരിക്കലും കാണണ്ട. അത് ഉപേക്ഷിക്കൽ തന്നെയാണ്, എല്ലാ നിലയിലും ഉപേക്ഷിക്കലാണ്. ലക്ഷ്മണൻ പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നില്ല. ലക്ഷ്മണൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി പ്രായോപവേശം ചെയ്യുകയാണ്. നേരെ നടന്നു, കുറേ ദൂരം നടന്നു, സരയൂ നദിക്കരയിലെത്തി. അവിടെ യോഗനിഷ്ഠനായിരുന്ന് അപ്പോഴേക്കും ആകാശത്ത് ഇന്ദ്രാദി ദേവന്മാർ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിരന്ന് വന്ന് നിൽപ്പുണ്ട്. തൻ്റെ യോഗശക്തി ഉദ്ധരിപ്പിച്ചെടുത്ത് ആ യോഗശക്തിയിൽ ദഹിച്ച് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നാൽ ആർക്കും കാണാത്തവണ്ണമുള്ള
അത്ര ക്ഷിപ്രമായി, അത്ര പെട്ടെന്ന് ലക്ഷ്മണൻ സമക്ഷത്ത് നിന്ന് അപ്രത്യക്ഷനായി. ദേവന്മാർ അദ്ദേഹത്തെ സ്വീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സാക്ഷാൽ അനന്തൻ എന്ന ആദിശേഷനാണല്ലോ ഇത്. എപ്പോഴും വിഷ്ണുവിൻ്റെ ഭാരം സഹിച്ച് കഴിയാൻ മാത്രം വിധിയുള്ള ഒരു മഹാസർപ്പം, അനന്തൻ എന്ന ആദിശേഷൻ. എല്ലാ ഭാരത്തെയും അനായാസം വഹിക്കാൻ കഴിയുന്ന ആളാണ് ഈ ആദിശേഷൻ. ഏത് ഭാരവും എനിക്ക് പ്രശ്നമല്ല, വിശേഷിച്ചും ഭഗവാന്റെ ഭാരം ആർക്കെങ്കിലും വിഷമമായിട്ട് അനുഭവപ്പെടുമോ? ഭഗവാനും ഭഗവതിയുമാണ്, ലക്ഷ്മിയും വിഷ്ണുവുമാണ് ഇരിക്കുന്നത്. ആ രണ്ടുപേരുടെ ഭാരം എന്നും താങ്ങുന്നവനാണ് താൻ. അതുകൊണ്ട് ഇതൊന്നും തനിക്കൊരു വിഷയമല്ല എന്നുള്ള ലക്ഷണത്തിലാണ് ലക്ഷ്മണൻ വൈകുണ്ഠപ്രാപ്തനായി മാറുന്നത്. ലക്ഷ്മണൻ്റെ അന്ത്യം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു, ലക്ഷ്മണൻ്റെ പരിത്യാഗവും കഴിഞ്ഞു. ഈ രാമൻ പറഞ്ഞു, വസിഷ്ഠാചാര്യരോട് മറ്റു മന്ത്രിമാരോടെല്ലാം വിളിച്ചു വെച്ച് ആലോചിച്ചു, ഇനി മഹാപ്രസ്ഥാനമാണ്, ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് ആണ് ഇനി പോകേണ്ടത്. അപ്പോൾ വസിഷ്ഠൻ രാമൻ്റെ അടുത്ത് വന്ന് രഹസ്യമായി പറഞ്ഞു, ഈ കൂടെ നിൽക്കുന്ന ആളുകളെ കണ്ടുവോ? പണ്ട് വനവാസത്തിന് വേണ്ടി പോകുമ്പോൾ നിന്നെ പിറകെ എല്ലാവരും വന്ന് അനുഗമിച്ച ആളുകളാണ് എല്ലാവരും അനുഗമിച്ചതാണ്. ഇപ്പോൾ അവരെ നിരാശപ്പെടുത്തരുത്. ഇല്ല, അവരും കൂടെ വന്നോട്ടെ എന്നായി. അയോധ്യയിലെ തൽപര കക്ഷികളായ ഈ ജനസഞ്ചയം മുഴുവൻ രാമനെ അനുഗമിച്ചു. അമ്മമാരും എല്ലാവരും അനുഗമിച്ചു. നേരെ കുറേ ദൂരം നടന്ന് സരയൂ നദിക്കരയിൽ ഗോപ്രതാരം എന്ന് പറയുന്ന തീർത്ഥഘട്ടത്തിലെത്തി. ഗോപ്രതാരം എന്നാണ് തീർത്ഥത്തിൻ്റെ പേര്. ആ ഗോപ്രതാരം എന്ന തീർത്ഥഘട്ടത്തിലെത്തിയിട്ട് രാമൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ആകാശത്തും ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്നു. അവിടെ കോലാഹലങ്ങൾ ഗംഭീരമായി. ഇതാ വിഷ്ണു എത്തുന്നു. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആ ദേവലോകം മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സർവത്ര ഉത്സവമയമായി ആഘോഷപൂരിതമായി തീർന്നിരിക്കുന്നു ആ ദേവലോകത്തിൻ്റെ അന്തരീക്ഷം മുഴുവൻ. അങ്ങനെ ജലാധിവാസത്തിലേക്ക്, ജലത്തിൻ്റെ അടിത്തട്ടിലേക്ക്, ആഴങ്ങളിലേക്ക്, അത് തിരയും ചുഴിയുമുള്ള ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത്. തിരയും ചുഴിയുമുള്ള ഭാഗത്തേക്ക് നേരെ ഇറങ്ങി ബാക്കി അനുജന്മാരും ശത്രുഘ്നനും ഭരതനും എല്ലാം നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ ജനസഞ്ചയവും ഇറങ്ങി. അങ്ങനെ എല്ലാവരും സരയൂ നദിയിലെ ഗോപ്രതാരത്തിൽ ദേഹം ഉപേക്ഷിച്ചിട്ട് പരമസാഫല്യത്തെ ജന്മപരമായ ഒരു പുണ്യത്തെ പ്രാപിച്ച് സ്വധാമങ്ങളിലേക്ക് മടങ്ങുന്നതോടുകൂടി ഈ രാമകഥയുടെ അന്ത്യം കുറിക്കുകയായി. അങ്ങനെ സുശക്തമായ ഒരു സംസ്കാരത്തിൻ്റെ, സുശക്തമായ ഒരു ഭരണക്രമത്തിൻ്റെ, നൈതികമായ ഒരു കാഴ്ചപ്പാടിൻ്റെ, ധർമ്മവിഗ്രഹനായ രാമൻ്റെ മഹാജീവിതത്തിൻ്റെ ഏടുകൾ ഇവിടെ അവസാനിച്ച് തീരുകയും അങ്ങനെ ഒരു ജീവിതം ഇവിടെ പൂർണ്ണമായി സഫലീകരിക്കപ്പെടുകയും ചെയ്യുകയും യുഗയുഗാന്തരോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആദർശപരതയുടെ ഒരു സംവിധാന ക്രമത്തിൻ്റെ മൂർത്തിമത് ഭാവമായി രാമദേവൻ മാറുകയും അതിന്നും നമ്മുടെ കാതിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ആദർശമായി, ധർമ്മ പരിരക്ഷയായി, ധർമ്മശാസ്ത്രമായി, ധർമ്മപ്രചോദിതമായ കഥാഗാനമായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും എൻ്റെ സന്തോഷകരമായ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ രംഗത്ത് നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. എല്ലാവർക്കും നമസ്കാരം.